നീ ഒന്നും സംഭവിക്കാതെ തിരികെ ഇങ്ങ് എത്തിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി നീലി. നീലി, വന്നപ്പോ മുതൽ ഞാൻ മാത്രമല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നീ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നേ? എന്റെ സങ്കടം കണ്ടിട്ട് നിനക്ക് സന്തോഷാ തോന്നുന്നേ? എന്റെ വിഷമം എനിക്കറിയാം. വിട്ടേക്ക്. ഇനി മുതല് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം നീ. കേട്ടല്ലോ? വാക്ക് താ. വാക്ക് താ നീലി. നീലി സംസാരിക്കേ. നീലി, നീലി. നീലി, അപ്പോ നീലി ഇവിടെ വന്നു എന്നുള്ളത് എന്റെ തോന്നല് മാത്രമായിരുന്നു. അവളെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നീലി, നീലി. ത്രിവിക്രമ, നീ എന്താ മോനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല മമ്മി. എൻഗേജ്മെന്റ് നടക്കാഞ്ഞതിന്റെ വിഷമത്തിലാണ്. ചേട്ടാ, നീ ഇത്ര സൈലന്റ് ആയിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പ്ലീസ്, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. നിന്റെ വിഷമം മനസ്സിലാവാഞ്ഞിട്ടല്ല. നിശ്ചയത്തിന് ശേഷമാ ഇങ്ങനെയൊക്കെ നടന്നതെങ്കിലും അത് അതിലും വലിയ വിഷമാവില്ലായിരുന്നു. പക്ഷേ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് മണ്ഡപത്തിൽ കയറുന്നത് വരെ കാര്യങ്ങളൊക്കെ എത്തിയതല്ലേ. അതാ എനിക്കും വിഷമം. മമ്മി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ വിഷയം ഇപ്പൊ സംസാരിക്കണ്ട. ചേട്ടാ, സംസാരിക്കണ്ടെന്ന് വെറുതെ എങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നീ ആദ്യ വിഷമത്തിന്ന് പുറത്തിറങ്ങണം. ആകാശം പൊട്ടി തലേ വീണ പോലെ ഇങ്ങനെ ഇരിക്കില്ലേ നീ? ഇതൊന്നും ശരിയല്ല. വീണേ, നീ ഒന്നും മിണ്ടാതിരിക്കെ. അവൻ ടെൻഷനിലിരിക്കല്ലേ, ഇങ്ങനെയൊന്നും സംസാരിക്കാതെ. അമ്മയും മക്കളും തമ്മിൽ ഇവിടെ അന്താരാഷ്ട്ര ചർച്ചയാണല്ലോ. മോനെ ശിവാനി, നിങ്ങളുടെ എൻഗേജ്മെന്റ് ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ പെർമനന്റ് ആയിട്ട് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. അളിയനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അടുത്ത മുഹൂർത്തം കണ്ടെത്താം. പ്ലീസ്, നിങ്ങളുടെ എല്ലാവരുടെയും ഉപദേശം നിർത്താമോ? എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ ഈ പറഞ്ഞ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? എന്തിനാ മോനെ ഇങ്ങനെ അഭിനയിക്കുന്നേ? നിനക്ക് ഒരു വിഷമമായിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? നീ ആരുടെ മുന്നിൽ വേണമെങ്കിലും അഭിനയിച്ചോ, പക്ഷേ ഗോവിന്ദന്റെ അടുത്ത് വേണ്ട. അങ്കിളെ, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ശിവാനിയുടെ കാര്യ. അവളിപ്പോ എന്താ ചെയ്യുന്നേ? അവൾ ഈ പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്യാ? അവൾ വളരെ അപ്സെറ്റ് ആയിട്ട് അങ്ങോട്ട് വന്നത് തന്നെ. അല്ലെങ്കിൽ അവൾ ഭയങ്കര സെൻസിറ്റീവ്. ഈ നടന്ന കാര്യങ്ങളൊക്കെ അവൾ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? ചേട്ടാ, ചേച്ചി ആള് നല്ല സ്ട്രോങ് ആണെന്നുള്ളത് ഉറപ്പാ. അവൾ സ്ട്രോങ് ആണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ കാര്യം അത്ര നിസ്സാരമായ ഒന്നല്ലല്ലോ. എന്തോ ശിവാനി ഈ കാര്യത്തിൽ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ മതി. അവള് വന്നോളൂ മോനെ, നീ ഇപ്പൊ എങ്ങനെയൊന്നും ആലോചിക്കണ്ട. സമാധാനായിട്ടിരിക്കും. ഓക്കെ മമ്മി. ഇല്ല നീലി, നിന്റെ മരണം ന്യായത്തിനെതിരാ. ഈ അന്യായം എന്നെ കൊണ്ട് ഒരിക്കലും പൊറുക്കാനാവില്ല. ഗുരുദേവൻ പറഞ്ഞ പോലെ നീ എനിക്ക് സംഭവിക്കാനിരുന്ന വലിയൊരു അപകടം തടഞ്ഞു വെച്ച് നിന്റെ പ്രാണൻ തന്നെ ബലിയർപ്പിച്ചില്ലേ? പക്ഷേ എനിക്ക് സംഭവിക്കേണ്ടിയിരുന്ന ആ അപകടം എന്തായിരുന്നു? നിന്നെ കൊന്നവരാരാണ് നീലി? നീ മരിക്കും മുന്നേ നമ്മൾ കരുതിയിരുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല. അവര് നമ്മളെ ചുറ്റും തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ അതിന്റെ അർത്ഥം നീലി? ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്ന സത്യം എന്താണ്? നീ ആരെ കുറിച്ച് പറയാനാണ് ശ്രമിച്ചോണ്ടിരുന്നത്? നമ്മുടെ
പിറകെ ആരാണുള്ളത് നീലി? ആരോടാണ് ഞാൻ പകരം വീട്ടേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് നീലി? അപ്പോ ആരും എന്നെ തിരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് മറ്റാരോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം എനിക്ക് ആരാണ് ഉത്തരം തരിക? ഞാൻ ആരോടാണ് ഇതിനെല്ലാം ഉത്തരം ചോദിക്കുക നീലി? ഇല്ല, എന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നാഗലോകത്തുള്ളതാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അവര് നിന്നെ പിന്തുടർന്ന് ചതി ഒരുക്കിയിട്ടായിരിക്കും കൊന്നിട്ടുണ്ടാവുക. നിന്നെ കൊന്നവരാരായാലും ശരി, അവരെ ഞാൻ കണ്ടുപിടിക്കും. അവരാരായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവരോരോരുത്തരെയും നരകിപ്പിച്ച് കൊല്ലണം എനിക്ക്. ഞാനത് ചെയ്തില്ലെങ്കിൽ നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല നീലി. പക്ഷേ അവരാരാണെന്നുള്ളത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്താ ചെയ്യാ? അത് മതി. നിന്നെ കൊന്ന സ്ഥലത്തേക്ക് പോയാ എനിക്ക് എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. കൊലപാതകി എത്ര ബുദ്ധിമാനായാലും കൊലപാതകം നടന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കാതിരിക്കില്ലല്ലോ. ആ തെളിവ് ഞാൻ കണ്ടെടുത്ത് അതിന്റെ പിറകെ പോയി നിന്റെ കൊലപാതകികളെ ഞാൻ തീർച്ചയായും കണ്ടുപിടിച്ചിരിക്കും. നിന്റെ മരണത്തിന് പകരം ഞാൻ ചോദിച്ചിരിക്കും. ഇനി വൈകണ്ട, ഇപ്പൊ തന്നെ ഞാൻ അവിടേക്ക് പോണം. അത് ത്രിവിക്രമിന്റെ കാറല്ലേ? ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? ഇനിയിപ്പോ ഞാൻ എങ്ങനെ പോവാ? എന്തെങ്കിലും ചെയ്യണല്ലോ. ഏയ് തൃശ്ശൂർ, നീ എന്താടാ അവിടെ നിൽക്കുന്നത്? ഭാഗത്തേക്കോ? ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ബോസ് പോയിട്ട് വേഗം വാ. ഓ ഗോഡ്, നീ പിന്നെ ഇത് തന്നെയാണ് പറയുന്നത്? ഇവിടെ വരെ വന്നിട്ട് നിനക്ക് അകത്തേക്ക് വന്ന എന്താ? ബോസ് ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ വരില്ലായിരുന്നു പിടിക്കും. ബോസിന്റെ മൂഡ് ശരിയല്ല, പുറത്തേക്ക് പോവാന്നല്ല പറഞ്ഞു. ഇപ്പൊ നോക്കുമ്പോ ഇങ്ങോട്ട് മൂഡ് ശരിയില്ല എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ അത് എന്റെ അല്ല, ശിവാനിയുടെ. അവളുടെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നീ എന്റെ കൂടെ അകത്തേക്ക് വാ. ഈശ്വര, എന്തു വന്നാലും ശിവാനി എന്നെ കുറിച്ചൊന്നും പറയാതിരുന്നാ മതിയായിരുന്നു. നീ എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? വാ. എന്റെ പൊന്നു ബോസ്, ഞാൻ വരുന്നില്ല. ബോസ് പോയിട്ട് വാ. നീ എന്താണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ശിവാനി ഇല്ലാത്തപ്പോ ഇവിടുത്തെ ഈ ഡോറ് പൊളിച്ച് നിനക്ക് അകത്തൊക്കെ കയറാൻ കുഴപ്പമില്ല. ഇപ്പൊ അവൾ അവിടെ ഉണ്ടായിട്ട് നിനക്ക് അകത്ത് വരാൻ എന്താ കുഴപ്പം? ശിവാനി നീ എന്താ അവോയ്ഡ് ചെയ്യണോ? തൃശൂൽ, നിങ്ങൾക്ക് രണ്ടാൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? അയ്യോ കൊച്ചുമലയാളി, എനിക്ക് മാഡായിട്ട് എന്താ പ്രശ്നം? നിങ്ങളുടെ രണ്ടാളുടെയും ഇടയിൽ വെറുതെ ഞാനെന്തര, അതുകൊണ്ടാണ് ഞാൻ വരാത്തെ. ഓക്കെ, ഉറപ്പല്ലേ? ആ അതെ ബോസ്, പോയിട്ട് വാ. കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഓക്കെ ഫൈൻ. എനിക്കിതിനോട് ഹായ് ഹലോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം തന്റെ മൂഡ് ശരിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇൻഫാക്ട് തന്റെ ഈ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് തന്നെ. ത്രിവിക്രം പ്ലീസ്, കുറച്ചു നേരം എന്നെ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കൂ. നോ ശിവാനി, നോ. ഈ സമയത്ത് താനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. താൻ എന്നോടൊന്ന് സംസാരിക്കുക. തന്റെ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ അത് എന്നോട് ഷെയർ ചെയ്യുക. തന്റെ മനസ്സ് മുഴുവൻ ഒന്ന് റീഫ്രഷ് ആവട്ടെ. മൈൻഡ് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പൊ സംഭവിച്ചത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല ത്രിവിക്രം. മനസ്സിലായി. പക്ഷെ പ്ലീസ്, താനിങ്ങനെ വെറുതെ ടെൻഷൻ ആവല്ലേ. എനിക്ക് നഷ്ടപ്പെട്ടത് ചെറുതൊന്നുമല്ല, നീലിയെയാണ്. ആ
ദുഃഖം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ശിവാനി, എനിക്ക് മനസ്സിലാവും. ബട്ട് പ്ലീസ് തിങ്ക് പ്രാക്ടിക്കലി. പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോ എത്രയാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുക. അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലത് തന്നെയാ. പക്ഷെ അവരിപ്പോ ഇല്ലല്ലോ. കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ വെറുതെ ആലോചിച്ചോണ്ടിരുന്ന നമ്മുടെ ജീവിതം സ്പോയിലാവുകയുള്ളൂ. എന്നുവെച്ചാ നീലിയെ നഷ്ടപ്പെട്ട ഈ സമയത്ത് ഞാനിവിടെ സന്തോഷിച്ചോണ്ടിരിക്കണം എന്നാണോ? ശിവാനി, ഞാൻ ആ രീതിയിൽ പറഞ്ഞല്ല. തന്റെ ഈ ടെൻഷനൊക്കെ മാറട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞ ഞാൻ. ഇല്ല ത്രിവിക്രം, നിനക്കൊരിക്കലും ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാവില്ല. പെണ്ണിന്റെ മനസ്സൊരു കണ്ണാടി പോലെയാ. ആ കണ്ണാടിയിൽ ഒരു ചെറിയ മങ്ങലേറ്റാലോ നമ്മുടെ പ്രതിബിംബം ശരിക്കും കാണാൻ പറ്റില്ല. എന്റെ കാര്യത്തിൽ ആ കണ്ണാടി തന്നെ ഉടഞ്ഞിരിക്കാം. ഈ സമയത്ത് ഞാൻ എങ്ങനെ സന്തോഷായിട്ടിരിക്കാന്? നീലി എനിക്ക് വെറും ഒരു മാനേജർ മാത്രമായിരുന്നില്ല, എന്റെ എല്ലാം ആയിരുന്നു. എന്റെ എല്ലാ സന്തോഷങ്ങളിലും എന്റെ എല്ലാ വേദനകളിലും എന്റെ കൂടെ ഉണ്ടായിരുന്നു. മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ടിരിക്കുമ്പോ എന്റെ വഴികാട്ടിയായിരുന്നു അവള്. എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു. ഇപ്പൊ അത്രയും നല്ലൊരു സുഹൃത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? ഇല്ല ത്രിവിക്രം, എനിക്കിത് സഹിക്കുന്നില്ല. നീലി എന്റെ കൂടെ വേണം. എനിക്ക് നീലി വേണം ത്രിവിക്രം. ശിവാനി, പ്ലീസ് ഒന്ന് സമാധാനിക്കേ. എങ്ങനെയാ ഞാൻ സമാധാനായിട്ടിരിക്കാൻ ത്രിവിക്രം? എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് സമാധാനായിട്ടിരിക്കാൻ പറ്റില്ല. ഓം അസ്ത്രായ ഫോർട്ട്, ഓം അസ്ത്രായ ഫോർട്ട്, ഓം അസ്ത്രായ ഫോർട്ട്. വരൂ ദിഗ്വിജയ, നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വീട്ടിൽ നിശ്ചയത്തിന്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ നടന്നില്ലേ? നിന്റെ വീട്ടിലെല്ലാവർക്കും ഇത് കണ്ട് വളരെ സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? അല്ല ഗുരുക്കളെ അത് എന്താ ദിഗ്വിജയ, വീട്ടിൽ ഇതുപോലുള്ള ശുഭകാര്യം നടന്നിട്ട് നിന്റെ മുഖത്ത് ഒരു സന്തോഷവും കാണുന്നില്ലല്ലോ. എന്ത് സംഭവിച്ചു? അങ്ങയോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങ് കുറിച്ച് തന്ന മുഹൂർത്തത്തിൽ നിശ്ചയം നടത്താൻ കഴിഞ്ഞില്ല ഗുരുക്കളെ. എന്താ പറഞ്ഞ? നിശ്ചയം നടന്നില്ലെന്നോ? നീ എത്ര വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ദിഗ്വിജയ. നിശ്ചയം നടന്നേ തീരുവെന്ന് ഞാൻ അത്ര ഉറപ്പിച്ചു പറഞ്ഞിട്ടും നിശ്ചയം നടന്നില്ലെന്ന് പറയുന്നു. എന്റെ വാക്കുകൾക്ക് നീ വില കൽപ്പിക്കുന്നില്ല അല്ലേ? ഉത്തരം പറയേ. ഗുരുക്കളെ, ഇതുവരെ ഞാൻ അങ്ങയുടെ വാക്കുകൾ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അതുമാത്രമല്ല, ഒരച്ഛൻ ഒരു മകന്റെ എൻഗേജ്മെന്റ് മനഃപൂർവ്വം നടത്താതിരിക്കില്ലല്ലോ. ഞാൻ പരമാവധി ശ്രമിച്ചിട്ടും സാഹചര്യങ്ങൾ എനിക്കെതിരായിരുന്നു ഗുരുക്കളെ. അവസാന നിമിഷം ശിവാനി നിശ്ചയത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ശിവാനി തന്നെയോ? അതെ ഗുരുക്കളെ. അത് നമ്മൾ നാഗറാണി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കൊന്നില്ലേ? അവള് ശിവാനിയുടെ മാനേജരാണെന്നുള്ള കാര്യം അങ്ങേക്കും അറിയാവുന്നതല്ലേ? ഇത്രയും വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അപ്രതീക്ഷിതമായിട്ട് മരിച്ചപ്പോ അവൾക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് ഓരോരുത്തരായി മരിച്ചുപോയിന്ന് കാരണം പറഞ്ഞ അവൾ ഈ നിശ്ചയം ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞത്. എന്റെ മകനും അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്റെ മോനും അവളും വേണ്ടാന്ന് പറയുമ്പോ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗുരുക്കളെ? വേറെ ഒരു വഴിയില്ലാതെ നിശ്ചയം ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നു. എന്തൊരു അപലക്ഷണമാണ് സംഭവിച്ചത്. ഞാൻ കുറിച്ചു തന്ന മുഹൂർത്തം എത്ര പവിത്രമായിരുന്നു എന്നറിയോ? ആ മുഹൂർത്തത്തിൽ നിശ്ചയം നടന്നിരുന്നുവെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമായിരുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല ഗുരുക്കളെ. സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? എന്റെ സമയം ഈടായിട്ട് തീരെ ശരിയല്ല. ഗുരുക്കളെ, ആ സംഭവത്തോടെ മുതലാളി വലിയ മനോവിഷമത്തിലാണ്. അത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് ആർക്കും ആവുന്നില്ല. ഈ പ്രശ്നത്തിന് അവിടുന്ന് വേണം ഒരു പരിഹാരം കണ്ടെത്താൻ. ഗുരുക്കളെ, ശിവാനി ആ മുഹൂർത്തത്തിൽ നിശ്ചയം വേണ്ടാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവളെന്റെ മകനെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ? വേറൊരു മുഹൂർത്തം കുറിച്ച് തന്നാൽ നിശ്ചയം നടത്താനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. അതിനി ഇപ്പോൾ സാധിക്കുകയില്ല. നിന്റെ മകന്റെ ജാതകപ്രകാരം ഇനി 2 മാസക്കാലത്തോളം അവന്റെ നിശ്ചയം നടത്താൻ പറ്റിയ ഒരു മുഹൂർത്തവുമില്ല.
അത് ഗവനിക്കാതെ നടത്തിയാൽ അതവന്റെ ജീവന് തന്നെ ആപത്താണ്. ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ കല്യാണ നിശ്ചയം? ഇപ്പൊ നിങ്ങൾ ഒന്നിനും മുതിരണ്ട. ഞാൻ തന്നെ നല്ലൊരു സമയം നോക്കി മുഹൂർത്തം കുറിച്ചു തരുന്നുണ്ട്. അതുവരേക്കും ക്ഷമയോടെ കാത്തിരിക്കൂ. ശരി ഗുരുക്കളെ. ദിഗ്വിജയ, ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കിക്കോളൂ. ഇനി കുറച്ചു കാലത്തേക്ക് നിന്റെ മകൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് നല്ലതല്ല. ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങാൻ പാടില്ല. അവന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ആയിക്കോട്ടെ ഗുരുക്കളെ. ത്രിവിക്രമൻ പുറത്തേക്കൊന്നും പോകാതെ ഞാനവനെ നോക്കിക്കോളാം. എന്നാ ഞങ്ങൾ വരട്ടെ ഗുരുക്കളെ. വിജയ് ഭവ. ശിവാനി നിശ്ചയത്തിൽ നിന്ന് പിന്മാറിയെന്ന് അവൾ എന്തിനങ്ങനെ ചെയ്തു? അവളുടെ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോ മറ്റെന്തിനോ വേണ്ടിയാണെന്ന് തോന്നുന്നു. എന്തോ ഒരു നിഗൂഢതയുള്ളതുപോലെ. എന്തായിരിക്കും ആ നിഗൂഢത? അതെനിക്കറിഞ്ഞേ മതിയാകോ. ത്രിവിക്രമ, ത്രിവിക്രമ, ഗോവിന്ദ, ഗോവിന്ദ. ചേച്ചി, ഞാനിവിടെ ഇരിപ്പുണ്ട്. ത്രിവിക്രമൻ എവിടെ പോയതാ? നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആ, ചേച്ചി നല്ല ചോദ്യം ചോദിക്കണേ. അല്ല, അവൻ നിന്നോട് പറയാറില്ല, പിന്നെ എന്നോട്. ഫോൺ ചെയ്ത് നോക്കി. അത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കാം. ഇതിന്ന് വിളിക്കാം. ശിവാനി ഒന്ന് സമാധാനിക്ക. തന്റെ ഈ കരച്ചിലാണ് എനിക്ക് കഴിയുന്നില്ല. ശിവാനി പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. താൻ അതിനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ. പ്ലീസ് ശിവാനി, ശിവാനി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവൻ എടുക്കുന്നില്ല. അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല. അവനെ പുറത്തേക്കൊന്നും വിടരുതെന്ന് നിന്റെ അളിയൻ പ്രത്യേകം പറഞ്ഞതാ. അദ്ദേഹം അങ്ങനെ അത് അറിഞ്ഞ പിന്നെ എന്തായി തീരുവെന്നറിയില്ല. ടെൻഷൻ ആവാതെ അവിടെ ഇരിക്കവിടെ. ഇപ്പൊ എന്താ, മോനോട് നിനക്കൊന്ന് സംസാരിക്കണം. എവിടെ പോയാലും വാല് പോലൊരുത്തും കൂടെ ഉണ്ടാവുമല്ലോ തൃശ്ശൂര്. അവന്റെ ഫോണിലേക്ക് വിളിക്കാം. അവൻ ചാടി എടുക്കും. അവന്റെ നമ്പർ 9880. ആ, അയ്യോ, വീട്ടിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. ഇനിയിപ്പോ മുതലാളി ആയിരിക്കും. ഹലോ, പറയും മുതലാളി. ഓഹോ, എന്താണ് ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്റെ വാല്യൂ എന്താണെന്ന്? ഇത്രയും വർഷങ്ങൾക്കിടയിൽ നീ ഇതുവരെ എന്നെ മുതലാളി എന്നൊന്നും വിളിച്ചിട്ടില്ലല്ലോ. അത് പിന്നെ വീട്ടിലെ നമ്പർ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുതലാളി ആയിരിക്കും വിളിക്കുന്നത്. ഓ, അളിയനാണെന്ന് കരുതിയാണല്ലേ നീ ഇത്രയും ബഹുമാനം കൊടുത്തത്? എന്നെന്താ നിനക്കൊരു ഗോവിന്ദ, ത്രിവിക്രമൻ എവിടെയെന്ന് ചോദിക്കേ. അല്ല, എനിക്കേ നിന്നെ പോലുള്ളവരോട് സംസാരിക്കാനുള്ള സമയമില്ല. നിന്റെ കൂട്ടുകാരനൊന്ന് ഫോൺ കൊടുത്തേ, ചേച്ചിക്ക് സംസാരിക്കണമെന്ന്. കൊച്ചു മുതലാളി മാഡത്തിനോട് സംസാരിച്ചോണ്ടിരിക്കുക. ഇപ്പോ ഫോൺ കൊടുക്കാനാ പറഞ്ഞേ. കഥയൊക്കെ പിന്നെ പറയാം. എന്തെങ്കിലും കാര്യം ചോദിച്ചാ പിന്നെ പുരാണം മുഴുവൻ പറഞ്ഞോണ്ടിരിക്കും. ഡാ, ഫോൺ കൊടുത്തേ. ആ, ഞാൻ കൊടുക്കാം. കൊച്ചു മുതലാളി, വീട്ടിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ട്. സംസാരിക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. എന്തോ അർജന്റ് കാര്യമാണെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ സംസാരിക്കണമെന്ന്. ഒന്ന് സംസാരിക്കും. ശിവാനി, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. മാഡം ഇങ്ങനെ കരയല്ലേ മാഡം. മാഡത്തിന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം നീയാ. എന്റെ ഓരോ തുള്ളി കണ്ണീരിന് കാരണക്കാരൻ നീയാ. ഇതെല്ലാം നീ കാരണം മാത്രം ഉണ്ടായതാ. മാഡം, ഞാൻ ചെയ്തതൊക്കെ എന്തായാലും നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. അതിനെ കുറിച്ച് സംസാരിക്കണ്ട. അല്ല, വേണ്ടാന്ന്. ആയിക്കോട്ടെ, ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ മാഡം, ഞാൻ എൻഗേജ്മെന്റ് കൊടുക്കാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേന്നുള്ളത് കൊച്ചുമകളോട് പറയരുത് മാഡം, പ്ലീസ്.
അതെങ്ങാനും കൊച്ചുമുതലാളി അറിഞ്ഞ പിന്നെ എന്താ നടക്കാന്നറിയാലോ. ഞാൻ മാഡത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. ഇനി ഇതെല്ലാം ആളറിഞ്ഞാ പിന്നെ പിന്നെ ഞാൻ വലിയ കഷ്ടത്തിലാവും. പ്ലീസ് മാഡം, പ്ലീസ്. തൃശ്ശൂർ എന്താ പറ്റി? നീ എന്തിനാ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അത് പിന്നെ എന്താണെന്നറിയോ, മാഡം ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. അപ്പോ പ്ലീസ് കരയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഞാൻ. അതെ ശിവാനി, താൻ ഈ സമയത്ത് വെറുതെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? താൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് അതൊക്കെ ഒന്ന് തീർത്തിട്ട് വരാം. തൃശ്ശൂർ